നിയാസ് ഉസ്താദിന്റെ വാക്കുകൾ ഞാൻ പാലിക്കുന്നു. നിയാസ് ഉസ്താദെ, എന്റെ ആ കരച്ചൽ കൊണ്ട് എന്റെ നിയാസ് ഉസ്താദിന് കരഞ്ഞുകൊണ്ട് എനിക്ക് കുറെ വിഷമങ്ങൾ പറയാനുണ്ട്, നിങ്ങളെ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. നിയാസ് ഉസ്താദ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടും നിയാസ് ഉസ്താദിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടും നിയാസ് ഉസ്താദിന്റെ ആ സ്നേഹത്തോടു കൂടിയുള്ള എന്നോടുള്ള ശാസ്ത്രനാഥിന്റെ വാക്കുകൾ ഞാൻ സ്വീകരിച്ചുകൊണ്ടും പ്രാർത്ഥന അള്ളാഹുവിന് സ്വീകരിച്ചത് കൊണ്ടും ഞാൻ നിയാസ് ഉസ്താദെ ഈ ഓവർ മരണത്തുള്ളി കളി ഞാൻ നിർത്തി, ഇനി അങ്ങനത്തെ കാണൂല. നിയാസ് ഉസ്താദ്, ഷാബിമയുടെ പുതിയ വീഡിയോ കണ്ടോ? ഷാബിമ ഇനി ഡാൻസ് കളിക്കില്ലെന്നാണ് പറഞ്ഞത്. ഉസ്താദിന്റെ ഉപദേശം ഉപകാരപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, അള്ളാഹുവിന് 1000 സ്തുതി. ഞാൻ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല അവർ മാറിയത്, നന്മയുള്ള ഒരു മനസ്സ് അവർക്കുള്ളത് കൊണ്ടാണ്. അള്ളാഹു നിങ്ങളെ ഏറെ ഇഷ്ടമായിട്ടുണ്ടുമ്മ. കാരണം തിന്മയിൽ ജീവിക്കുന്നവരില്ലേ, നല്ല ഉപദേശം എത്ര കേട്ടാലും മാറാത്തവർ നമുക്കിടയിലില്ലേ. പക്ഷേ ചെറിയൊരു മുത്തഅല്ലിമായ എന്റെ ഉപദേശം കേട്ടപ്പോൾ മാറാമെന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കൽബില് അള്ളാഹു നന്മയിട്ട് തന്നതുകൊണ്ടാവുമ്മ. ഒരാളെന്നെ വിളിച്ചു പറഞ്ഞു, അവരെ നിങ്ങൾ ഉപദേശിക്കണ്ട, അവർ നന്നാവൂലെന്ന്. നമ്മുടെ ആ ചിന്താഗതി ആദ്യം ഒന്ന് മാറ്റണം. ഒരാളെ നന്നാക്കേണ്ടതൊക്കെ റബ്ബല്ലേ, നമ്മൾ അവർക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് വേണ്ടത്. നമ്മുടെ സാബിയുമ്മ മാറിയില്ലേ? അള്ളാഹു അല്ലേ എല്ലാവരെയും നന്മയിലേക്ക് എത്തിക്കേണ്ടത്. ചരിത്രം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ മുത്തുനബി തങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെയോ അല്ലെങ്കിൽ അബൂജഹലിനെയോ മുസ്ലിമാക്കി ഇസ്ലാമെ ശക്തിപ്പെടുത്തണമെന്ന്. എന്നാൽ അല്ലാഹു തആല രണ്ടുപേരെയും മുസ്ലിമാക്കിയില്ല, രണ്ടാൽ ഒരാളെ, ഉമർ ഇബ്നു ഖത്താബ് എന്ന വില്ലാളി വീരനെ. ഇതുകൊണ്ടാണ് പറയുന്നത്, അള്ളാഹു ആർക്കാണോ ഹിദായത്തിന്റെ വെളിച്ചം നൽകാൻ ഉദ്ദേശിക്കുന്നത് അവർക്കാണ് നല്ല ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് മാറാനുള്ള ചിന്ത റബ്ബ് നൽകുന്നത്. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ആ ഉമ്മയുടെ വീട് കണ്ടപ്പോ എനിക്ക് ഏറെ സങ്കടമായി. നമ്മൾ പലരും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ, അവസ്ഥകളിൽ, മാനസിക സമ്മർദ്ദങ്ങളിലായിരിക്കും പലപ്പോഴും ഉള്ളത്. ആ സമയത്ത് ചിലപ്പോൾ നമ്മളിന്ന് വന്നു പോകുന്ന ചില കാര്യങ്ങൾ വെച്ച് നമ്മൾ ആരെയും വഷളാക്കരുത്. നമ്മൾ മനുഷ്യനായി നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോഴേ നമ്മൾ യഥാർത്ഥ ഒരു മനുഷ്യനാകും. സാബിയമ്മ, നിങ്ങൾ എന്നോട് വിളിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ 2 തവണ നിങ്ങളെ വിളിച്ചിരുന്നു, ബിസി ആയിരുന്നു, കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇതാണ് എന്റെ നമ്പർ. കഴിയുമെങ്കിൽ ഉമ്മാക്ക് എന്റെ വാട്സപ്പിലോ ഫോണിലോ വിളിക്കാം. ഉമ്മയുടെ എന്ത് സങ്കടമാണെങ്കിലും ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഞാൻ എന്റെ മറുപടിയും നൽകാം ഇൻഷാ അല്ലാഹ്.